നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ലഹരി വിമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സ്തുത്യർഹ സേവനം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. CPIM മാള ഏരിയ സമ്മേളനം സമാപിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം N. കൃഷ്ണദാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലഹരി വിമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. എക്സൈസ് വകുപ്പിൽ സ്തുത്യർഹ സേവനം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള 2023 മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്ന് ഭീഷണി ഉയർത്തുന്നതാണ്. മയക്കുമരുന്നിന്റെ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ച് രാസലഹരികളുടെയൊക്കെ നല്ല പങ്ക്, അല്ലെങ്കിൽ ഏറെക്കുറെ മിക്കവാറും വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ്. ബാംഗ്ലൂർ, ഗോവ, പിന്നെ മധ്യേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടെ നിന്നൊക്കെ ആയിട്ടാണ് മയക്കുമരുന്നിന്റെ നല്ലൊരു പങ്കും സിന്തറ്റിക് ഡ്രഗിന്റെ നല്ലൊരു പങ്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന എക്സൈസിന് അതിന്റെ വേരുകൾ മുഴുവൻ കണ്ടെത്തി തടയുക എന്നത് എക്സൈസിന് മാത്രം ചെയ്യാവുന്ന ജോലിയല്ല. കേരളത്തിനകത്ത് എത്തുമ്പോൾ മാത്രമാണ് സംസ്ഥാന എക്സൈസ് സേനയ്ക്ക് പരിശോധന നടത്തി കണ്ടുപിടിക്കാൻ സാധ്യമാകുക. സംസ്ഥാന എക്സൈസ് വകുപ്പ് മയക്കുമരുന്നിനെതിരെയും വ്യാജമദ്യത്തിനെതിരായും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സൈസിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും അണിനിരക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ സംസ്ഥാന എക്സൈസ് സേന ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സേനയായി മാറിയതായും മന്ത്രി പറഞ്ഞു. തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ കെ. പ്രദീപ് കുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ M.L. റോസി, കോർപ്പറേഷൻ കൗൺസിലർ സാറാമ്മ റോബ്സൺ, വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ 2023 എക്സൈസ് മെഡലിന് അർഹരായിട്ടുള്ള 23 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി എം.ബി. രാജേഷ് മെഡൽ വിതരണം ചെയ്തു. CPIM മാള ഏരിയ സമ്മേളനം സമാപിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം N. കൃഷ്ണദാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ തുടങ്ങിയാൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വലിയ ഇളക്കം തുടങ്ങും. അവരിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നടക്കുകയാണ് ഓരോ സ്ഥലത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 38,117 ബ്രാഞ്ചുകളുള്ള ഘടകങ്ങളുടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. 5,47,617 അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ളതാണ് ഈ 38,117 ബ്രാഞ്ചുകൾ. അതിന് മുകളിലുള്ള ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ഇങ്ങനെയുള്ള ഘടകങ്ങളിലൂടെ ഈ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി ഒരു വലിയ ബഹുജന വിപ്ലവ പ്രസ്ഥാനമായി നമ്മുടെ പാർട്ടി കേരളത്തിൽ മുന്നേറുകയാണ്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയാണ്. മാള ഏരിയ സമ്മേളനം ഉണ്ട്, 2 ദിവസം, എന്തെങ്കിലും കിട്ടോ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ആശയം ഉൾക്കൊണ്ട് CPIM-ന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്നിരിക്കുന്ന ജനങ്ങളെ നിരാശപ്പെടുത്താനോ അവരുടെ ആവേശം ഇല്ലാതാക്കാനോ പറ്റുന്ന വിധത്തിൽ ഒന്നും കിട്ടില്ല ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക്. ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി CPIM കൂടുതൽ കരുത്താർജിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മഹാപ്രസ്ഥാനമായി വളർന്നു വരും എന്നത് വലതുപക്ഷത്തിന് വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി T. K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. K. ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. രാജേഷ്, T. ശശിധരൻ, K. V. ഉണ്ണികൃഷ്ണൻ, C. S. രഘു, സന്ധ്യ നൈസൺ, M. K. മോഹനൻ, E. R. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സമ്മേളനത്തിനനുബന്ധമായി നടത്തിയ വനിതാ പച്ചക്കറി കൃഷി നന്നായി നടത്തിയ ലോക്കൽ കമ്മിറ്റികൾക്കും കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലേഖനം, കഥാരചനാ മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും,
ബഹുജന പ്രകടനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കും PK ഡേവിസ് മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അംബേദ്കറെ അപമാനിച്ച കേന്ദ്രമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള ടൗണിൽ പ്രതിഷേധ സംഗമം നടത്തി. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PU സിദ്ദിഖ്, ജില്ലാ കമ്മിറ്റി അംഗം PA ഷെരീഫ് കരുപ്പടന്ന, KA സൈഫുദ്ദീൻ, KK വിജയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ അണ്ണല്ലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിജയഗിരി സ്കൂള് എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളോടും ഒപ്പം നിന്നിട്ടുള്ളൊരു മാനേജ്മെൻറ്റും സ്കൂളുമാണ് എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇവിടുത്തെ അക്കാദമിക നിലവാരത്തിൽ കുട്ടികളുടെ ഡിസിപ്ലിൻ, മാനേജ്മെൻറ്റിൻ്റെ പ്രായോഗികമായിട്ടുള്ള നല്ല പ്രവർത്തനം, ഇവിടുത്തെ കൊച്ചുമക്കളെ അറിവിൻ്റെയും കലാപരമായിട്ടുള്ള കഴിവുകളിലേക്കും കായികപരമായിട്ടുള്ള കഴിവുകളിലേക്കും കടത്തിവിടുമ്പോൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിന്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ ഒരു സാമാജികൻ എന്ന നിലയിൽ തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ വളർച്ചയിലുണ്ടായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ആധികാരികമായിട്ട് ഇതിന് അഭിമാനം കൊള്ളുന്നതായിട്ടും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NM ജോർജ്, മാനേജർ ഫാദർ ജോസഫ് ജോൺ, ഫാദർ ലിൻഡോ മാടമ്പി, ഷാലി റിധീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. തുരുത്തൂർ സീനായി മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദിവ്യകാരുണ്യ കോംബ്രേരിയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലി, നൊവേന, പ്രദക്ഷിണം, വചനപ്രഘോഷണം എന്നിവ നടന്നു. നമ്മുടെ ഈ പൗരാണികമായ ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ രക്തസാക്ഷിത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ മാസം 21-ാം തീയതി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ പാശ്ചാത്യ പാരമ്പര്യം, ലത്തീൻ സഭയുടെ പാരമ്പര്യമനുസരിച്ച് 1969 വരെ സഭ ഈ തിരുനാൾ, വിശുദ്ധ തോമസ് ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ഈ ദിവസം തന്നെയായിരുന്നു, ഡിസംബർ മാസത്തിൽ തന്നെയായിരുന്നു. ആ പൗരാണികത ഇന്നും പലയിടത്ത് തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് മാറ്റം വന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, തോമസ് ശ്ലീഹയുടെ രക്തസാക്ഷിത്വ തിരുനാൾ നമ്മൾ ഡിസംബർ മാസത്തിൽ ആഘോഷിക്കുമ്പോൾ ഇത് ആഗമന കാലത്തിൻ്റെ അവസരമാണ്. ഫാദർ ടോമി സ്രാമ്പിക്കൽ, ഷാബു കുന്നത്തൂർ, ഫാദർ തോമസ് കോളരിക്കൽ, ഫാദർ ആംബ്രോസ് പുത്തൻവീട്ടിൽ, ഫാദർ റോക്കി റോബിൻ കളത്തിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 27, 28 തീയതികളിൽ 8ാം ഇടം ആഘോഷിക്കും. വമ്പൻ ഓഫറുകളുമായി അഷ്ടമിച്ചിറയിൽ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി ആദ്യ വിൽപ്പന നിർവഹിച്ചു. വീടുകളിലേക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ മാർക്കറ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ 3ാമത്തെ ഷോപ്പാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് മറ്റത്തൂരും മറ്റുള്ള കോടാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ നല്ല രീതിയിൽ നല്ല പ്രൗഢമനോഹരമായി ജനങ്ങളോട് നല്ല സമീപനത്തോടും നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിച്ചതിന്റെ ഒരു മാതൃകാപരമായ ഒരു നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഷ്ടമിച്ചിറയുടെ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ ഇത്ര നല്ല മനോഹരമായ ഒരു സൂപ്പർ മാർക്കറ്റ് പഞ്ചായത്തിന്റെ കൈകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. ഉദ്ഘാടന ദിവസം ഉപഭോക്താക്കൾക്ക് തക്കാളി കിലോയ്ക്ക് 5 രൂപയ്ക്ക് നൽകി. 22-ന് സവോള 1 കിലോ 10 രൂപയ്ക്കും 23-ന് ഉരുളക്കിഴങ്ങ് 1 കിലോ 10 രൂപയ്ക്കും വിതരണം ചെയ്യും. ഉദ്ഘാടന ദിവസം മുതൽ ഡിസംബർ 24 വരെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന എല്ലാ പർച്ചേസുകൾക്കും ഓഫർ നൽകുന്നു. കുറുവ അരി 34 രൂപ,
ബിരിയാണി അരി 60 രൂപ, പഞ്ചസാര 38 രൂപ, പരിപ്പ് 145 രൂപ എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ന്യായമായ വില മാത്രം നൽകി പർച്ചേസ് ചെയ്യാം. കൂടാതെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗം സാബു പോൾ, മാനേജർ ഗ്രേസി ജോർജ്, ഡയറക്ടർമാരായ സിജോ ജോർജ്, വിഷ്ണു ചന്ദ്രമോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഷ്ടംചിറ യൂണിറ്റ് മുൻ പ്രസിഡന്റ് മിൻസൻ ഇല്ലിക്കാണി, ഹോം എക്സ്പ്രസ് കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കോടാലി, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലാണ് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി വിമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സ്തുത്യർഹ സേവനം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. CPIM മാള ഏരിയ സമ്മേളനം സമാപിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.